ഹായ് സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ. 2025 എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ. നമുക്ക് ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് കിടക്കാം. പേജ് നമ്പർ 152 എടുക്കുക. അതിൽ ഡിഫറൻസ് ഇൻ ഇൻകം ഫ്രം എംപ്ലോയ്മെൻറ്റ് 4 ടൈപ്സിലുള്ള എംപ്ലോയ്മെൻറ്റ് അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് താഴെ എല്ലാവരും എഴുതാനായിട്ട് ശ്രമിക്കുക. ഡിഫറൻസ് ഇൻ ദി സോഴ്സ് ഓഫ് ഇൻകം. സോഴ്സ് ഓഫ് ഇൻകത്തിൽ വരുന്ന വ്യത്യാസമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് വരുമാന സ്രോതസ്സുകളുടെ വ്യത്യാസം. വേരിയേഷൻ ഇൻ ദി സോഴ്സ് ഓഫ് ഇൻകം ഈസ് എ മേജർ കോസ് ഓഫ് വേരിയേഷൻ ഇൻ ദി ഫാമിലി ഇൻകം. ശരിക്കും വരുമാന സ്രോതസ്സുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസം, അതായത് സോഴ്സ് ഓഫ് ഇൻകത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് ഓരോ കുടുംബത്തിലും വരുമാനം വ്യത്യാസപ്പെടാനുള്ള കാരണം. അതായത് നമ്മുടെ വീട്ടിൽ ഒരു മാസം ലഭിക്കുന്നത് 10,000 രൂപയാണെന്നിരിക്കട്ടെ. പക്ഷെ തൊട്ട് അപ്പുറത്തെ അയൽവക്കത്തെ ആളുടെ വീട്ടിൽ ആ മാസം ലഭിക്കുന്നത് 20,000 രൂപയായിരിക്കാം. തൊട്ടടുത്ത വീട്ടിൽ ലഭിക്കുന്നത് ഒരു മാസം ലഭിക്കുന്ന വരുമാനം 30,000 രൂപയായിരിക്കാം. അപ്പോൾ ഓരോ കുടുംബത്തിലും വരുമാന സ്രോതസ്സുകളിൽ എന്തുണ്ട്? വ്യത്യാസം ഉണ്ട്. ബാങ്ക് ഡെപ്പോസിറ്റ്സ്, അതുപോലെ തന്നെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ അസറ്റ്സ് ആർ വേരിയസ് സോഴ്സ് ഓഫ് ഇൻകം. ഓരോ വ്യക്തികൾക്കും ബാങ്ക് നിക്ഷേപം ഉണ്ടാകാം. അതുപോലെ തന്നെ ഓഹരി നിക്ഷേപം, ആസ്തി എന്നിവയൊക്കെ ഓരോരുത്തരുടെയും വരുമാന സ്രോതസ്സാണ്. ഇതിപ്പോൾ എല്ലാവർക്കും വ്യത്യാസമായിരിക്കും. അതനുസരിച്ച് ഫാമിലി ഇൻകത്തിലും വ്യത്യാസം ഉണ്ടാകും. ഇൻകം വിൽ വേരി ബേസ്ഡ് ഓൺ ദി ഡിഫറൻസസ് ഇൻ ദി സോഴ്സ് ഓഫ് ഇൻകം. വരുമാന സ്രോതസ്സിലുണ്ടാകുന്ന ഈ വ്യത്യാസം എവിടെയും വ്യത്യാസമുണ്ടാകും, വരുമാനത്തിലും വ്യത്യാസം ഉണ്ടാക്കും. നെക്സ്റ്റ്, ദോസ് ഹു ഹാവ് എ ഹൈ ഇൻകം ക്യാൻ മീറ്റ് മോർ നീഡ്സ്. അതായത് കൂടുതൽ വരുമാനമുള്ള ആളുകൾക്ക്, ഉയർന്ന വരുമാനമുള്ള അവർക്ക് കൂടുതൽ സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നുണ്ട്. എന്നാലോ the people of the low income group are often unable to meet even their basic needs. ശരിക്കും താഴ്ന്ന വരുമാനമുള്ളവർക്കാണെങ്കിലോ അവർക്ക് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും പല അവസരങ്ങളിലും നിറവേറ്റാൻ സാധിക്കാറില്ല. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, സോഴ്സ് ഓഫ് ഇൻകത്തിൽ ഉണ്ടാവുന്ന ഡിഫറൻസിനെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ എഴുതണം? ഫസ്റ്റ് പോയിൻ്റ്, വേരിയേഷൻ ഇൻ ദി സോഴ്സ് ഓഫ് ഇൻകം ആണ് വേരിയേഷൻ ഇൻ ദി ഫാമിലി ഇൻകത്തിൻ്റെ ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തത്, അതിന് ഏതൊക്കെ എക്സാമ്പിളായിട്ട് സോഴ്സ് ഓഫ് ഇൻകം ഇവർ പറയുന്നുണ്ട്? ബാങ്ക് ഡെപ്പോസിറ്റ് പറയുന്നുണ്ട്, സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പറയുന്നുണ്ട്, അസറ്റ് പറയുന്നുണ്ട്. ഇതൊക്കെ സോഴ്സ് ഓഫ് ഇൻകം ആണ്. പിന്നെ പറയുന്നതോ, ആരുടെ കയ്യിലാണോ കൂടുതൽ പണമുള്ളത്, അല്ലേ? അതായത് ഇൻകം വിൽ വേരി ബേസ്ഡ് ഓൺ ദി ഡിഫറൻസ് ഇൻ ദി സോഴ്സ് ഓഫ് ഇൻകം. കൂടുതൽ പണമുള്ളവർക്ക് കൂടുതൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കും. എന്നാലോ ലോ ഓഫ് ഇൻകമുള്ള ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്കോ അവർക്ക് അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ പോലും പലപ്പോഴും നിറവേറ്റാൻ സാധിക്കാറില്ല എന്നുള്ളതാണ് വളരെ പ്രയാസമേറിയ ഒരു കാര്യം. Generally, families can be classified into 3 groups based on their income. വരുമാനത്തിൻ്റെ ലഭ്യതയുടെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ 3ആയിട്ട് തിരഞ്ഞെടുക്കുക. അതായത് ഓരോ കുടുംബത്തിനും ലഭിക്കുന്ന വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തത്, ഫാമിലീസ് വിത്ത് ആൻ എമൗണ്ട് ഓഫ് ഹൈ ഇൻകം. ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ളവർ ഉയർന്ന വരുമാനമുള്ള കുടുംബങ്ങളാണ്. ഇനി സെക്കൻഡ് ഗ്രൂപ്പിലുള്ളവരെ നോക്കിക്കേ, ഫാമിലീസ് വിത്ത് ആൻ എമൗണ്ട് ഓഫ് മോഡറേറ്റ് ഇൻകം. ഇടത്തരം വരുമാനമുള്ള കുടുംബം. മൂന്നാമത്തത്, ഫാമിലീസ് വിത്ത് ആൻ എമൗണ്ട് ഓഫ് ലോ ഇൻകം. തീരെ വരുമാനം താഴ്ന്ന കുടുംബങ്ങളാണ് മൂന്നാമത്തെ. അപ്പോൾ 3 ടൈപ്സിലുള്ള കുടുംബങ്ങളെ നമ്മൾ കണ്ടു. ഉയർന്ന വരുമാനമുള്ള കുടുംബങ്ങളും, ഇടത്തരം വരുമാനമുള്ള കുടുംബങ്ങളും, മൂന്നാമത്തത് ഏറ്റവും താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങളും. അപ്പോൾ നമ്മൾ ഏത് കുടുംബ വരുമാനം നമുക്ക് എത്രത്തോളം ഉണ്ട്, നമ്മൾ ഇൻകം സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിക്കാറുണ്ട്, അല്ലേ, വില്ലേജിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഏത് കുടുംബത്തിലാണ് വരുന്നത്, അതായത് ഒന്നാമത്തേതിലാണോ രണ്ടാമത്തേതിലാണോ മൂന്നാമത്തേതിലാണോ എന്ന് ഒന്ന് അന്വേഷിക്കുക. നെക്സ്റ്റ്, how will you notice that there is a difference between the income
ജനറേറ്റഡ് ഫ്രം എ ജോബ് ആൻഡ് ഫ്രം അതർ സോഴ്സസ്. തൊഴിലിൽ നിന്നും മറ്റ് സോഴ്സ് ഓഫ് ഇൻകത്തിൽ നിന്നൊക്കെ വ്യത്യാസമുള്ളതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതെന്താണെന്ന് നോക്കിക്കേ. ദ ഇൻഇക്വാലിറ്റി ഇൻ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻകം ലെഡ്സ് ടു ദി ഇക്കണോമിക് ഇൻഇക്വാലിറ്റി ഇൻ ദ സൊസൈറ്റി. ഇതുപോലെ ഈ തൊഴിലിലും വരുമാനത്തിലുമുള്ള അസമത്വം സമൂഹത്തിൽ എന്തുണ്ടാക്കും? എക്കണോമിക് ഇൻഇക്വാലിറ്റി ഉണ്ടാക്കും. അതായത് സാമ്പത്തികമായിട്ടുള്ള അസമത്വം. ഇൻഇക്വാലിറ്റി ഒക്കേഴ്സ് when the available resources in a society are not distributed equally. ഒരു സമൂഹത്തിലെ വിഭവങ്ങൾ തുല്യമല്ലാത്ത രീതിയിലാണ് വിതരണം ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തുണ്ടാകും? അസമത്വം ഉണ്ടാകും. എക്സാമ്പിൾ പറയുകയാണ്. ഒരു രാജ്യത്തിൻ്റെ വരുമാനം ഒരു വർഷം 10,000 രൂപയാണെന്ന് ഇരിക്കട്ടെ, എക്സാമ്പിളാണ് കേട്ടോ. അപ്പോൾ ആ രാജ്യത്ത് 10 പേരാണ് ഉള്ളതെന്നും വിചാരിക്കേ. അങ്ങനെയെങ്കിൽ ഈ 10,000 രൂപ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും എങ്ങനെ വിഭജിക്കണം? അത് തുല്യമായിട്ട് വിഭജിക്കണം. അതായത് ഈ 10 പേർക്ക് 1000 രൂപ വീതം കൊടുക്കുകയാണെങ്കിൽ എന്തായി? 1000 × 10 10,000 ആയി. അപ്പോൾ ആ ഒരു വരുമാനം തുല്യമായി വിഭജിച്ചു. അങ്ങനെ നിലവിൽ വിഭജിക്കപ്പെടുന്നുണ്ടോ? ഇല്ല. സാമ്പത്തികമായിട്ട് തുല്യമായിട്ടുള്ള വിഭജനം നിലവിൽ നടക്കുന്നില്ല. അപ്പോൾ അവിടെ എക്കണോമിക് ഇൻഇക്വാലിറ്റി നടക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, എക്കണോമിക് ഇൻഇക്വാലിറ്റി എന്താണെന്ന് നോക്കാം. എക്കണോമിക് ഇൻഇക്വാലിറ്റി റെഫേഴ്സ് ടു ദ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, ഇൻകം ഓർ റിസോഴ്സസ് എമംഗ് ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് ഇൻ എ സൊസൈറ്റി. എന്താണ് സാമ്പത്തികമായിട്ടുള്ള അസമത്വം? സാമ്പത്തിക അസമത്വം എന്ന് വെച്ചാൽ ഒരു സമൂഹത്തിലെ വ്യക്തികൾ അല്ലെങ്കിൽ സംഘടനകൾ അല്ലെങ്കിൽ ആ സംഘങ്ങൾക്കിടയിലുണ്ടാകുന്ന സമ്പത്ത്, വരുമാനം, വിഭവങ്ങൾ എന്നിവയുടെ അസമമായ വിതരണത്തെ സൂചിപ്പിക്കുന്നു. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും തുല്യമായ രീതിയിലല്ല ഓരോ വ്യക്തികൾക്കും സമ്പത്ത് ലഭിക്കുന്നത്, തുല്യമായ രീതിയിലല്ല വരുമാനം ലഭിക്കുന്നത്, തുല്യമായ രീതിയിലല്ല വിഭവങ്ങൾ ഷെയർ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ എന്തുണ്ട്? എക്കണോമിക് ഇൻഇക്വാലിറ്റി ഉണ്ട്. This often leads to the inequalities of access to opportunities, education, employment, health care and political power. പലപ്പോഴും അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ്, വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യ സംരക്ഷണം, രാഷ്ട്രീയമായിട്ടുള്ള അധികാരം, പൊളിറ്റിക്കൽ പവർ എന്ന് പറയുന്നത്. ഗവൺമെൻറ് സീക്ക് ടു അഡ്രസ് എക്കണോമിക് ഇൻഇക്വാലിറ്റി ത്രൂ implementing various policies and initiatives aimed at a more equitable distribution of resources and opportunities. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള നയങ്ങളിലൂടെയും അതുപോലെ പുതിയ പുതിയ സംരംഭങ്ങളിൽ സൊസൈറ്റിയിലേക്ക് എത്തിച്ചും സാമ്പത്തിക അസമത്വം പരിഹരിക്കാനായിട്ട് സർക്കാർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇക്കണോമിക് ഇൻഇക്വാലിറ്റി ഏകദേശം കഴിഞ്ഞു. അടുത്തത്, ഡസ് ഓൺലി ഇൻഇക്വാലിറ്റി എക്സിസ്റ്റ് ഇൻ ദി എക്കണോമിക് സെക്ടർ ഓഫ് ദി സൊസൈറ്റി? അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് ഏതൊക്കെ മേഖലയിലാണ് ഇൻഇക്വാലിറ്റി ഉള്ളത് എന്ന് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുമോ അത് എക്കണോമിക് സെക്ടറിൽ മാത്രമേ ഉള്ളൂ എന്ന്? ഒരിക്കലുമില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് ഇൻഇക്വാലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഇക്വാലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളൊരു 19-ാം നൂറ്റാണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഇൻഇക്വാലിറ്റിയൊക്കെ തുടച്ച് നീക്കുന്നതിന് വേണ്ടി ഒത്തിരി അജിറ്റേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു അജിറ്റേഷൻസ് കൂടി പഠിക്കുമ്പോഴാണ് ശരിക്കും ഇൻഇക്വാലിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നമുക്ക് ക്ലാസ് മുന്നോട്ട് പോവാം. നെക്സ്റ്റ്, ഇൻ്റർ ഡൈനിങ്, മിശ്ര ഭോജനം. ഇത് നമ്മൾ 4ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. Since the beginning of the 19th century, many struggles have been started in Kerala to put an end to the discrimination that existed in the consumption of food essential for sustaining the very life. ശരിക്കും ജീവൻ നിലനിർത്താൻ നമുക്ക് എന്താ ആവശ്യമാണ്? ഫുഡ് ആവശ്യമാണ്. അപ്പോൾ ആ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പോലും 19-ാം നൂറ്റാണ്ടിൽ എന്തുണ്ടായിരുന്നു? വിവേചനം നിലനിന്നിരുന്നു.
അപ്പോൾ അതിനെതിരെ ധാരാളം സമരങ്ങളും പ്രക്ഷോഭങ്ങളും കേരളത്തിൽ നടന്നിരുന്നു. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ പലയിടങ്ങളിലും നടന്നിരുന്നു. സിൻസ് ദ സമപന്തി ഭോജനം വിച്ച് വാസ് ഹെൽഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് അയ്യ വൈകുണ്ഠ സ്വാമീസ് സമത്വ സമാജം, മെനി സ്ട്രഗിൾസ് ഹാവ് ബീൻ ഹെൽഡ് ഇൻ ദിസ് വേ. അപ്പോൾ അയ്യ വൈകുണ്ഠ സ്വാമി അദ്ദേഹം ഒരു സോഷ്യൽ റിഫോമറാണ്. അപ്പോൾ അയ്യ വൈകുണ്ഠ സ്വാമി സ്ഥാപിച്ചതാണ് സമത്വ സമാജം. അപ്പോൾ ചോദിക്കാം, അയ്യ വൈകുണ്ഠ സ്വാമി സ്ഥാപിച്ച സമത്വ സമാജം സ്ഥാപിച്ചതാരാണ്? അയ്യ വൈകുണ്ഠ സ്വാമികളാണ്. ആ വൈകുണ്ഠ സ്വാമികളുടെ നേതൃത്വത്തിൽ നടന്ന സമപന്തി ഭോജനം എന്ന് പറയുന്നത് ആഹാര വിഭജനത്തിന് എതിരെ നടന്ന ഒരു സമരമാണ്. ഇനി വൺ ഓഫ് ദി മോസ്റ്റ് നോട്ടബിൾ ഓഫ് ദീസ് പ്രൊട്ടസ്റ്റ് ഈസ് ദ മിശ്ര ഭോജനം ഓർഗനൈസ്ഡ് ബൈ K.A. അയ്യപ്പൻ, ദ എഡിറ്റർ ഓഫ് ദ ന്യൂസ് പേപ്പർ സഹോദരൻ ഇൻ ചെറായ്, എറണാകുളം ഡിസ്ട്രിക്ട് ഓൺ 29th May 1917. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഈ അങ്ങനെയുള്ള ഭക്ഷണ വിവേചനത്തിനെതിരെ നടന്ന സമരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 1917 മെയ് 29 എറണാകുളം ജില്ലയിലെ ചെറായിൽ ജനിച്ച സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള മിശ്രഭോജനം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ സഹോദരൻ എന്ന പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു സഹോദരൻ അയ്യപ്പൻ. അത് നമ്മളും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചോദിക്കാൻ കഴിയുന്ന 2 ചോദ്യം എന്ന് പറയുന്നത്, സമപന്തി ഭോജനം കണ്ടക്ട് ചെയ്ത് ആരുടെ നേതൃത്വത്തിലാണ്? ആരാണ്? അയ്യ വൈകുണ്ഠ സ്വാമികളുടെ നേതൃത്വത്തിൽ. സമത്വ സമാജം സ്ഥാപിച്ചതാരാണ്? അയ്യ വൈകുണ്ഠ സ്വാമിയാണ്. പിന്നെ പറയാനുള്ളത്, സഹോദരൻ എന്ന പത്രത്തിൻ്റെ ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്റർ ആരായിരുന്നു? കെ അയ്യപ്പൻ, സഹോദരൻ അയ്യപ്പൻ. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എറണാകുളം ജില്ലയിലെ ചെറായിയാണ്. മിശ്രഭോജനം കണ്ടക്ട് ചെയ്ത ആരാണ്? അതും സഹോദരൻ അയ്യപ്പനാണ്. എന്നാണ്? 1917 മെയ് 29 Consequently, he had to endure severe physical torture and threats. This event was a milestone among the struggles against discrimination. ശരിക്കും ഭക്ഷണ വിവേചനത്തിനെതിരെ അദ്ദേഹം സംഘടിപ്പിച്ച ഈ ഒരു സമരപരിപാടിയിൽ തന്നെ അദ്ദേഹത്തിന് ഒത്തിരി മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നു, ഒത്തിരി ഭീഷണി നേരിടേണ്ടി വന്നു. അതുപോലെ തന്നെ വിവേചനത്തിനെതിരായ സമരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു മിശ്രഭോജനം. നെക്സ്റ്റ്, അപ്പർ ക്ലോത്ത് പ്രൊട്ടസ്റ്റ് ഓർ മേൽമുണ്ട് സമരം. എന്താണ് മേൽമുണ്ട് സമരം എന്ന് നോക്കാം. The upper cloth protest was led by the women of South Travancore. അതിൽ നിന്ന് തന്നെ മനസ്സിലായി, സൗത്ത് ട്രാവൻകൂറിലെ സ്ത്രീകളാണ് എന്ത് നടത്തിയത്? മേൽമുണ്ട് സമരം നടത്തിയത്. ഫ്രം ദ ബിഗിനിങ് ഓഫ് ദി 19th century ഫോർ ദി റൈറ്റ് ടു യൂസ് അപ്പർ ക്ലോത്ത് ആസ് പാർട്ട് ഓഫ് ദെയർ ഡ്രസ്. അപ്പോൾ തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം മുതൽ നടത്തി വന്ന സമരമാണ് മേൽമുണ്ട് സമരം. അതുപോലെ തന്നെ ആഫ്റ്റർ എ സീരീസ് ഓഫ് പ്രൊട്ടസ്റ്റ്, ദ ട്രാവൻകൂർ ഗവൺമെൻറ് പ്രൊക്ലൈംഡ് ദ റൈറ്റ് ടു വിയർ എനി ഡ്രസ് ഫോർ എവരി വൺ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ഓർ റിലീജിയൻ അക്കോർഡിംഗ് ടു ദെയർ വിൽ ആൻഡ് പ്ലഷർ. അപ്പോൾ ഈ ഒരു സമരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കുറേ നാളത്തെ അവരുടെ അവകാശ വസ്ത്രം ധരിക്കാനുള്ള മേൽമുണ്ട് സമരത്തിൻ്റെ അവസാനത്തിലേക്ക് നീങ്ങുന്ന ഈ ഒരു സമയത്താണ് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള അവകാശം തിരുവിതാംകൂർ സർക്കാർ വിളംബരം വഴി പ്രസിദ്ധപ്പെടുത്തുന്നത്. പക്ഷേ അങ്ങനെ വിളംബരത്തിലൊക്കെ അങ്ങനെ പ്രസിദ്ധപ്പെടുത്തിയെങ്കിലും ജാതി ആചാരത്തിൻ്റെ പേരിൽ പിന്നീടും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ കഴിയാത്ത ഒത്തിരി സ്ത്രീകൾ അന്ന് ആ കാലത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകൾ കാലാകാലങ്ങളായി അവർക്ക്
ഇഷ്ടപ്പെട്ട രീതിയിലുള്ള മാന്യമായ രീതിയിലുള്ള വസ്ത്രധാരണത്തിനുള്ള അവകാശത്തിന് വേണ്ടി തിരുവിതാംകൂറിലെ സ്ത്രീകൾ ആദ്യം മുതലേ വളരെ വലിയ സമരങ്ങളാണ് നടത്തി വന്നിരുന്നത്. After a series of protests, the Travancore government proclaimed the right to wear any dress for everyone, irrespective of caste or religion, according to their will and pleasure. ദീർഘകാലത്തെ സമരത്തിന് ശേഷം ജാതി മതവ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള അവകാശം ആര് നൽകി? തിരുവിതാംകൂർ സർക്കാർ നൽകി. അതായത് ഇഷ്ടപ്പെട്ട വസ്ത്രം ഏത് സ്ത്രീകൾക്കും ധരിക്കാമെന്നുള്ള ഒരു വിളംബരം പ്രസിദ്ധപ്പെടുത്തി. However, many were not able to wear their favorite clothes due to the customs imposed by the caste system. അങ്ങനെ സർക്കാർ ഉത്തരവൊക്കെ പുറപ്പെടുവിച്ചെങ്കിലും ജാതിയുടെ പേരിൽ പിന്നീടും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ പല സ്ത്രീകൾക്കും കഴിഞ്ഞിരുന്നില്ല എന്നതാണ് വളരെ വേദനാജനകമായൊരു കാര്യം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. കുട്ടികൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിനാണ് കുറച്ച് എടുക്കുന്നത്. ഒരു ലോങ് വീഡിയോ ആയാൽ കുട്ടികൾക്ക് മടുപ്പായിരിക്കുമല്ലോ. ഓക്കെ, താങ്ക് യു.